സീതാറാം യെച്ചൂരിയുടെ നിര്യാണം നമുക്കെല്ലാവർക്കും വളരെയധികം വേദനയുണ്ടാക്കുന്നതാണ്. ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ ഒരു സൗമ്യമായ മുഖമാണ് സീതാറാം യെച്ചൂരി. ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സീതാറാം യെച്ചൂരി. പാർലമെൻ്ററി പ്രവർത്തനത്തിലും ദേശീയ രാഷ്ട്രീയത്തിലെ പ്രവർത്തനത്തിലും ഒരുപോലെ തിളങ്ങിയിരുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു യെച്ചൂരി. ഇന്ന് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിൽ ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി പരിശ്രമിച്ച ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു നേതാവ് സീതാറാം യെച്ചൂരി തന്നെയായിരുന്നു. ഏത് നിലയിൽ നോക്കിയാലും ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു സൗമ്യ മുഖം മാത്രമല്ല, വളരെ ആഴത്തിലുള്ള രാഷ്ട്രീയമായ വീക്ഷണമുള്ള, താത്വികമായി പ്രശ്നങ്ങളെ വിശകലനം ചെയ്യാൻ കഴിയുന്ന നല്ലൊരു നേതാവിനെയാണ് നമുക്ക് നഷ്ടമായത്. ഞാൻ അദ്ദേഹത്തെ അവസാനമായിട്ട് കണ്ടത് ഇക്കഴിഞ്ഞ മെയ് മാസം അതുൽകുമാർ അഞ്ചാൻ്റെ അനുശോചന യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഡൽഹി ഓഫീസിൽ എത്തിയിരുന്നപ്പോഴാണ്. ശാരീരികമായ കുറച്ച് അവശതകളൊക്കെ അന്നും ഉണ്ടായിരുന്നെങ്കിലും യെച്ചൂരി എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയും അതിലെല്ലാം സജീവമായി ഇടപെടുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. CPIM-ന് മാത്രമല്ല, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാകെ, പുരോഗമന പ്രസ്ഥാനങ്ങൾക്കാകെ ഒരു നഷ്ടമാണ് യെച്ചൂരിയുടെ നിര്യാണം മൂലം ഉണ്ടായിരിക്കുന്നത്. ഇനി പാർട്ടി CPIM-ൻ്റെ ദേശീയ നേതൃത്വം അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കും. എന്നാലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം എയിംസിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കുന്നു എന്നുള്ള തീരുമാനം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത് ഒരു പുരോഗമനപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുശോചനം രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു.